ഹലോ അസ്സാമു അലൈക്കും നമസ്കാരം. വെൽക്കം ടു ടെയിൽസ് ഓഫ് നജു. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു സാധാരണ ദിവസത്തെ രാവിലെ മുതൽ രാത്രി വരെയുള്ള കാര്യങ്ങളും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വ്ളോഗാണ്. പിന്നെ ഇതോടൊപ്പം തന്നെ ഫസ്റ്റായിട്ട് ട്രൈ ചെയ്തിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി കൂടി കാണിക്കുന്നുണ്ട്. പിന്നെ 2-3 ദിവസമായിട്ട് കാര്യമായിട്ട് വീഡിയോ ഒന്നും ചെയ്യാറില്ലായിരുന്നു. കാരണം കോൾഡിൻ്റെ പ്രശ്നം ഉണ്ടായതുകൊണ്ട് തന്നെ സൗണ്ടിന് ചെറിയൊരു മാറ്റമുണ്ട്. അതുകൊണ്ടാണ്. പിന്നെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ നേരം വെളുത്ത് ഒരു 6:15 ആയിട്ടുണ്ട്. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് മുളക് പറിക്കാനാണ്. ആ ഒരു സമയത്ത് നല്ല മഞ്ഞാണ്. അതാണ് മെറ്റലിലൊക്കെ മഞ്ഞിൻ്റെ വെള്ളമാണ് കാണുന്നത്. പിന്നെ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റായിട്ടാണ് ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്യുന്നത്. എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെ ആയിരിക്കും, പക്ഷേ ഞാൻ ഫസ്റ്റായിട്ടാണ് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ ചെറിയൊരു മിസ്റ്റേക്കും കൂടി പറ്റിയിരുന്നു. അതും കൂടെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ഒരു ചെറിയ കാന്താരി മുളകിൻ്റെ മരമാണ്. അപ്പോൾ അതിൽ നിന്ന് മുളക് പറിക്കാമെന്ന് വിചാരിച്ചു. ഈ റെസിപ്പിക്ക് വേണ്ടിയിട്ട് മുളക് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ ഇതാ അടുക്കളയിലേക്ക് വന്നിട്ടുണ്ട്. പിന്നെ പറിച്ചെടുത്ത മുളകൊക്കെ ഒരു പാത്രത്തിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി വാട്ടപ്പൂള യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഉണങ്ങിയ പൂള കിട്ടിയപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. പിന്നെ ഇത് തലേന്ന് തന്നെ കുതിർത്ത് വെച്ചിട്ട് നന്നായിട്ട് കഴുകിയിട്ട് ഇപ്പോൾ ഊറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ട് ചീരുള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചൊക്കെ ചീരുള്ളി ഉണ്ടാകുമ്പോൾ ഞാൻ ചീരുള്ളിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് സോക്ക് ചെയ്ത് വെക്കും. അപ്പോൾ പെട്ടെന്ന് തൊലി കളയാൻ എളുപ്പമാണ്. പിന്നെ ഇതാ കുക്കറിലേക്ക് ഊറ്റി വെച്ചിട്ടുള്ള പൂള ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ കുറച്ച് ഒഴിച്ച് കൊടുത്താൽ മതി. ഏകദേശം 1 കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് പാകത്തിന് ഉപ്പും ചേർത്ത് കുക്കറിൽ ഒരു 3 വിസിലിൽ വേവിച്ചെടുക്കുക. അപ്പോൾ ഇതാ കുക്കറിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം. ഇതിന് വേണ്ടിയിട്ട് 1 മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. ആ സമയം കൊണ്ട് നേരത്തെ എടുത്തിരുന്ന ചീരുള്ളിയൊക്കെ തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ തേങ്ങ ചിരയിട്ടുണ്ട്. ഇതിലേക്ക് 4 അല്ലി വെളുത്തുള്ളിയും 1 കഷ്ണം ഇഞ്ചിയും പിന്നെ നേരത്തെ കാന്താരി മുളകിൽ നിന്ന് കുറച്ചേ എടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അല്പം വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം. ഈ ഒരു സമയം കൊണ്ട് ഇതാ പൂള നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി ഒരു മരത്തിൻ്റെ തവി ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക. ഒരു ചെറിയ പീസ് പോലെയൊക്കെ ആക്കിയിട്ട് ഉടച്ചെടുത്താൽ മതി. പിന്നെ ഇതാ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. വേവാനുള്ള ആ ഒരു വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അങ്ങനെ ആ ഒരു സമയം കൊണ്ട് തേങ്ങ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ഒരു മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഈ ഒരു സമയത്ത് ഫ്ലെയിം ഓഫായിട്ടാണ് ഉള്ളത്. ഇനി ഇതിലേക്ക് ആ മിക്സി ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിൽ നിന്ന് ആ ഒരു വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ മിസ്റ്റേക്ക് നേരത്തെ തൊലി കളഞ്ഞു വെച്ചിട്ടുള്ള ചീരുള്ളി ഈ ഒരു അരപ്പിലേക്ക് ചേർക്കാനായിരുന്നു. പക്ഷേ അരക്കുന്ന സമയത്ത് ആ ചീരുള്ളി ഇട്ട് കൊടുക്കാൻ മറന്നുപോയി. ഉള്ളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ള തേങ്ങാ മിക്സ് ഒഴിച്ചു കൊടുത്ത ശേഷമാണ് ചീരുള്ളിയുടെ ഓർമ്മ വന്നത്. അപ്പോൾ പിന്നെ അതൊന്ന് അരച്ചെടുക്കാമെന്ന് വിചാരിച്ചു. ആ ഒരു സമയത്ത് ഇതിലേക്ക് അല്പം കൂടെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള മിക്സിയിലേക്ക് ചീരുള്ളി ഇട്ട് കൊടുത്തിട്ട് 2 ടീസ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുത്ത് വന്നു. അതിനുശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യുമ്പോൾ തേങ്ങ ഒതുക്കുന്ന സമയത്ത് തന്നെ അതിലേക്ക് ചീരുള്ളി ഇട്ട് കൊടുക്കുക. പിന്നെ മീഡിയം ഫ്ലെയിമിലിട്ട് 2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. പിന്നെ വെളിച്ചെണ്ണയും കടുക് വറ്റൽമുളക് ഇനി കരിവേപ്പിൻ്റെ ഇല ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് മൂപ്പിച്ചെടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഈ ഒരു സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. എല്ലാ ദിവസവും ബ്രേക്ക്ഫാസ്റ്റിന് അരിക്കടികൾ പത്തിരി, പുട്ട്, നൂൽപുട്ട്, വെള്ളപ്പം അങ്ങനെയൊക്കെ അല്ലേ. അപ്പോൾ ഇന്നൊന്ന് വെറൈറ്റി ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയത്. പിന്നെ ഫസ്റ്റായിട്ട് ഉണ്ടാക്കുകയാണെങ്കിലും നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത് ചൂടോടെ തന്നെ ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വീഡിയോക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്ത് വെച്ചിട്ടുള്ളത്. പിന്നെ ജസ്റ്റ് ഒന്ന് കുറച്ച് കാന്താരി മുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ടുള്ള പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് ഗ്യാസൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഒരു സമയം 7:15 ഒക്കെ ആയിട്ടുണ്ട്. ഈ ഒരു സമയം കൊണ്ട് ഇതാ ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. പിന്നെ മോളുടെ സ്കൂളിലേക്ക് ലഞ്ചിന് വേണ്ടിയിട്ട് ഇതാ വഴുതന എടുത്തിട്ടുണ്ട്. ഇത് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അത് കഴുകിയിട്ട് ഇതുപോലെ റൗണ്ടിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു സമയം കൊണ്ട് ചായക്ക് പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ വഴുതന പൊരിക്കാനായിട്ട് അല്പം മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് ഉപ്പും അതുപോലെ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുള്ളൂ.
മോൾക്കായതുകൊണ്ട് അധികം എരിവ് ഇടണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞിട്ട് പൊരിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഗ്യാസിലായതുകൊണ്ട് തന്നെ കഞ്ഞിക്ക് പെട്ടെന്ന് വെള്ളം വെക്കാമെന്ന് വിചാരിച്ചു. കാരണം മോള് ആ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കില്ല. അതുകൊണ്ടാണ് കഞ്ഞിക്ക് ഗ്യാസിൽ വെള്ളം വെച്ചിട്ടുള്ളത്. പിന്നെ പെട്ടെന്ന് കുറേരി വെന്ത് കിട്ടാനായിട്ട് ഞാൻ ചെയ്യുന്നത് കുറേരി ഒരു 5 മിനിറ്റൊക്കെ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കും. സോക്ക് ചെയ്ത് വെക്കുന്നതിന് മുന്നേ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് അതിൻ്റെ ആ ബ്രൗൺ കളറിലുള്ളതൊക്കെ ഒഴിവാക്കിയെടുക്കലാണ്. അതിനുശേഷം പിന്നെ നല്ല വെള്ളത്തിൽ കുതിർത്തി വെക്കലാണ്. എന്നിട്ട് 5 മിനിറ്റ് കഴിഞ്ഞ ശേഷം വെള്ളം തിളക്കുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടും. ഗ്യാസിലൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടാൻ ആ ഒരു ടെക്നിക്ക് യൂസ് ചെയ്താൽ മതി. പിന്നെ ഇതാ ചായയിലേക്ക് മധുരമൊക്കെ ഇട്ട് കൊടുത്തിട്ട് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സമയം കൊണ്ട് കഞ്ഞിക്കുള്ള വെള്ളം തിളച്ചിട്ടുണ്ട്. അപ്പോൾ നേരത്തെ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുള്ള കുറേരി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ടേബിളിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി മോളെ എഴുന്നേറ്റൊന്ന് പോയി നോക്കിയതാണ്. അപ്പോൾ മോളെ എണീറ്റിട്ടുണ്ട്. അവളുടെ ടാബിൽ രാത്രി തന്നെ അലാറം സെറ്റ് ചെയ്ത് കൊടുക്കലാണ്. അപ്പോൾ ആ ഒരു സമയത്ത് എണീറ്റിട്ടുണ്ടാവും. പിന്നെ എഴുന്നേറ്റ് അവളെ കുളിപ്പിക്കലും പല്ല് തേപ്പിക്കലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്തിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കൽ. പിന്നെ ഇതാ സ്കൂളിലേക്ക് ഇന്ന് ഗീ റൈസ് കൊടുത്തേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവൾക്ക് മാത്രമായിട്ട് കുറച്ച് ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചിരുന്നത്. അങ്ങനെ ഒരു പാനിലേക്ക് അല്പം ഗീ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഒരു സവാളയും 2 ചെറിയ പട്ടയുടെ കഷ്ണവും 2 ഏലക്കായും എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് ഈ ഗീ ഒന്ന് മെൽറ്റായി വരുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അപ്പോൾ എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും ഗീ റൈസ് ഉണ്ടാക്കുന്നത്. ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തെന്നുള്ളൂ. 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം ആ ഒരു രീതിക്കാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ അല്പം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോഴേക്ക് റൈസൊക്കെ ഒന്ന് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതൊന്ന് തിളക്കാനായിട്ട് അടച്ച് വെച്ചിരുന്നു. വെള്ളം തിളച്ച് വന്നപ്പോൾ അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് അല്പം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് ചോറ് വേവുന്ന സമയത്ത് ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ആ ഒരു സമയം കൊണ്ട് വഴുതന ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. ഒരു ഫ്രൈ പാനിലേക്ക് അല്പം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് വഴുതന ഇതുപോലെ നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട്. വഴുതന ഒരു ഭാഗം ഫ്രൈ ആയി വന്നപ്പോൾ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. വഴുതന ഉപ്പേരി ആക്കി കൊടുത്തു കഴിഞ്ഞാൽ കഴിക്കില്ല. അപ്പോൾ അതിന് ഇങ്ങനെ ഒന്ന് ഫ്രൈ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെയും കഴിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അത് ഉരുളക്കിഴങ്ങായാലും ചേന ആയാലും സോയാബീനൊക്കെ ആയാലും ഫ്രൈ ചെയ്ത് എടുക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ അത് ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും കൂടി ഫ്രൈ ചെയ്യാനായിട്ട് വെച്ച് കൊടുക്കുക. പിന്നെ സ്കൂളിലേക്ക് കക്കരി ചെറുനാരങ്ങയും ഉപ്പിട്ടിട്ട് കട്ട് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ വഴുതന ഉപ്പേരി വെച്ചിട്ട് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കൂ. നല്ല ടേസ്റ്റാണ്. കാരണം ഫ്രൈ ചെയ്യുന്ന സമയത്ത് കുട്ടികൾക്കും ഒരുപാട് ഇഷ്ടമാവും. ഈ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ 2 ദിവസം മുന്നേ എടുത്തിട്ടുള്ള വീഡിയോ ആയിരുന്നു. അന്ന് സ്കൂളുണ്ടായിരുന്നു. ഇപ്പോൾ സ്കൂൾ പൂട്ടിയിട്ടുണ്ട്. അപ്പോൾ കോൾഡ് ആയതുകൊണ്ട് തന്നെ സൗണ്ട് ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ടൈം വൈകിയത്. അപ്പോൾ ഇതാ സ്കൂളിലേക്കുള്ള ലഞ്ചിലേക്കുള്ള കൂട്ടാനുകളൊക്കെ പാത്രത്തിലേക്ക് ആക്കി വെക്കുകയാണ്. ഇനി സ്കൂളിലേക്ക് സ്നാക്സിന് കാര്യമായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ഒരു ബിസ്ക്കറ്റിൻ്റെ ചെറിയ പാക്ക് വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴേക്കും ഇതാ ചോറ് വെന്തിട്ടുണ്ട്. പിന്നെ ചോറും പാക്ക് ചെയ്ത് അവളുടെ കിറ്റിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ അവൾ മാറ്റി കഞ്ഞിയൊക്കെ കുടിച്ചു റെഡി ആയിട്ടുണ്ട്. പിന്നെ ഒരു 10 മണിയൊക്കെ ആയപ്പോൾ വണ്ടിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. ആ ഒരു സമയത്ത് കഴിഞ്ഞ വ്ളോഗിൽ കാണിച്ചിരുന്ന പാഷൻ ഫ്രൂട്ട് പഴുത്ത് വീണിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോയും ഫോട്ടോ എടുത്തതാണ്. പിന്നെ മോള് പോയി. പിന്നെ പാത്രങ്ങളൊക്കെ ക്ലീൻ ചെയ്തു. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് പൂളായതുകൊണ്ട് ഇന്ന് വിറകടുപ്പ് കത്തിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ പിന്നെ റൈസ് കുക്കറിൽ ചോറ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പിന്നെ റൈസ് കുക്കറിൽ ചോറ് ഇറക്കി വെച്ചിട്ടുണ്ട്. പിന്നെ മീനൊക്കെ മുറിച്ച് റെഡിയാക്കിയിട്ടുണ്ട് കറിക്ക് വേണ്ടിയിട്ട്. പിന്നെ പുളിയും വെള്ളത്തിലിട്ടിട്ടുണ്ട്. പിന്നെ കേബേജാണ് ഉപ്പേരിക്കുള്ളത്. അപ്പോൾ അതും കട്ട് ചെയ്ത് വെച്ചതിന് ശേഷം ഒന്ന് റൂമും അകമൊക്കെ ഒന്ന് നന്നാക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. സ്കൂളിലേക്ക് പോകുമ്പോൾ എല്ലാതും വലിച്ച് വാരിയിട്ടിട്ടാണ് പോവുക മോള്. പിന്നെ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ചു. മേക്കപ്പ് സെറ്റ് സ്കൂളിലേക്ക് പോകുമ്പോൾ ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് ചില ദിവസങ്ങളിലൊക്കെ ഒന്ന് യൂസ് ചെയ്യലുണ്ട്.
പിന്നെ അതൊക്കെ റെഡിയാക്കി ബെഡ്ഷീറ്റൊക്കെ മാറ്റി വിരിച്ചു മടക്കി വെച്ച് അടിച്ച് വരലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ അധികം ക്ലീനിങ്ങും കാര്യങ്ങളൊന്നും വീഡിയോയിൽ ഫുൾ ലെങ്തി ആയിട്ട് കൊടുക്കുന്നില്ല, കാരണം വീഡിയോ ഒരുപാട് ലെങ്തി ആയിപ്പോവും. പിന്നെ ഇതാ മീനൊക്കെ വരിഞ്ഞിട്ട് കായം തേച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അത് പൊരിക്കാനായിട്ട് ഫ്രൈ പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നേരത്തെ ഉപ്പേരിക്ക് വേണ്ടിയിട്ട് കാബേജ് അരിഞ്ഞ് വെച്ചിരുന്നു. അപ്പോൾ അതിലേക്ക് അല്പം ഉപ്പും പിന്നെ വെളിച്ചെണ്ണ ചൂടാക്കാൻ വെച്ചിരുന്നു. അതിലേക്ക് കടുകിട്ട് കൊടുത്തിട്ടുണ്ട്. ആ സമയം കൊണ്ട് മീൻ അവിടെ ഫ്രൈ ആവുന്നുണ്ട്. പിന്നെ കാബേജ് നോർമൽ രീതിയിൽ തന്നെ ഇതാ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. പിന്നെ കാബേജിലേക്ക് തേങ്ങയും അതുപോലെ നേരത്തെ എടുത്ത കാന്താരി മുളകിൽ നിന്ന് കുറച്ച് ഇട്ടിട്ട് ഒതുക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പിന്നെ ഉപ്പേരിയും അതുപോലെ മീൻ പൊരിച്ചതൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി കറി വെക്കാനുണ്ട്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് വഴറ്റിയെടുത്തിട്ട് പിന്നെ തക്കാളി പച്ചമുളക് ഒക്കെ ഇട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് മസാലകളൊക്കെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പിന്നെ നേരത്തെ എടുത്തിരുന്ന പുളിവെള്ളം നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി അതും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാനിതിലേക്ക് പെരുംജീരകം 1 ടീസ്പൂണോളവും പിന്നെ 1 ടീസ്പൂൺ ഉലുവ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കലാണ്. പിന്നെ ഇത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മീൻ കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് യോജിപ്പിച്ചെടുക്കുക. പിന്നെ കറിയൊക്കെയായി ആ ഒരു സമയം കൊണ്ട് അലക്കലും കുളി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഉച്ചയ്ക്കുള്ള ഫുഡ് കഴിക്കാനുള്ള ആ ഒരു സമയമായിരുന്നു. പിന്നെ ഫുഡൊക്കെ കഴിച്ച് കാര്യമായിട്ട് സ്പെഷ്യലുകളൊന്നും ഇല്ലാത്ത സാധാരണ രീതിക്കുള്ള ഫുഡായിരുന്നു ഉച്ചയ്ക്ക്. പിന്നെ ഉച്ചയ്ക്കുള്ള ഫുഡ് കഴിച്ച് പിന്നെ ഉച്ചക്കത്തെ ഫുഡ് കഴിച്ച ശേഷം അല്പനേരം കിടക്കും. ആ ഒരു സമയത്താണ് വീഡിയോ എഡിറ്റിങ്ങും അതുപോലെ വോയിസ് ഓവറൊക്കെ കൊടുക്കുന്നത്. ഒരു 3 മണിയൊക്കെ ആകുമ്പോൾ മോള് സ്കൂളിൽ വരും. പിന്നെ ഇന്ന് കാര്യമായിട്ട് ഈവനിങ്ങിൽ സ്പെഷ്യലൊന്നുമില്ല. രാവിലെ എടുത്ത പാഷൻ ഫ്രൂട്ടും പിന്നെ 2 പാഷൻ ഫ്രൂട്ടും കൂടി എടുത്തിരുന്നു. മോളാണ് ബാക്കിയുള്ള പാഷൻ ഫ്രൂട്ട് പറിച്ചെടുക്കുന്നത്. അപ്പോൾ പിന്നെ ഇന്ന് പാഷൻ ഫ്രൂട്ട് കൊണ്ട് ഒരു നോർമൽ രീതിക്കുള്ള ഡ്രിങ്ക് ആവാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 3 പാഷൻ ഫ്രൂട്ട് എടുത്തിട്ടുണ്ട്. ഈ ഒരു പാഷൻ ഫ്രൂട്ട് വയലറ്റ് ഷെയ്ഡോട് കൂടിയിട്ടുള്ള പാഷൻ ഫ്രൂട്ടാണ്, ഫസ്റ്റായിട്ട് ഉണ്ടാവുകയാണ്. അപ്പോൾ അങ്ങനെ 3 എടുത്തിട്ടുണ്ട്. അങ്ങനെ 3 സെൻറ്റർ കട്ട് ചെയ്തിട്ട് അതിൻ്റെ പൾപ്പൊക്കെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ ഒരു പൾപ്പിൽ നിന്നും 1 ടീസ്പൂണോളം മാറ്റി വെക്കുന്നുണ്ട്. അത് ഡ്രിങ്ക് ഉണ്ടാക്കിയ ശേഷം ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കാനായിട്ടാണ്. അപ്പോൾ ഈ പാഷൻ ഫ്രൂട്ടിൻ്റെ ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് പൾപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് പഞ്ചസാര കൂടി ഇട്ട് കൊടുത്തിട്ട് അല്പം തണുത്ത വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. പിന്നെ അരച്ചെടുക്കുമ്പോൾ അതിൻ്റെ സീഡ്സ് ഒന്നും നന്നായിട്ട് അരയേണ്ട, അതിൻ്റെ ജസ്റ്റ് യെല്ലോ പാർട്ട് മാത്രം അരഞ്ഞാൽ മതി. അങ്ങനെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. നല്ല തണുപ്പുള്ള വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുക. ഇത് അധികം കട്ടിയില്ലാതെ സിമ്പിളായിട്ട് കുടിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ജ്യൂസാണ്. അതുകൊണ്ടാണ് 3 ഗ്ലാസ്സായിട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് പാകത്തിന് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി അങ്ങനെ 3 ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന പൾപ്പ് കുറച്ചായിട്ട് 3 ഗ്ലാസ്സിലേക്കുമായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലൊരു ഗ്ലാസ്സിൽ 1 മുളകിൻ്റെ കഷ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. എനിക്ക് പാഷൻ ഫ്രൂട്ടിൻ്റെ ഡ്രിങ്കിൽ മുളക് ഇട്ടിട്ട് കുടിക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ നല്ല എരിവും പുളിയും മധുരമൊക്കെ കൂടിയിട്ട് നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ അതിനുശേഷം നനയ്ക്കലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് മോളുടെ പഠിപ്പ് അങ്ങനെയുള്ള കാര്യങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ രാത്രിയിലത്തെ ഫുഡ് കഴിച്ചിട്ടുണ്ട്. രാത്രിക്ക് ഉമ്മാക്ക് ചപ്പാത്തിയാണ്. അപ്പോൾ എല്ലാ വ്ളോഗിലും കാണിക്കലുണ്ട് ഡേ ഇൻ മൈ ലൈഫിൽ. അപ്പോൾ ഇന്നും കൂടെ അത് കാണിച്ച് ബോറടിപ്പിക്കുന്നില്ല. പിന്നെ അത് കഴിഞ്ഞ് മോള് കുറച്ച് ഗെയിമൊക്കെ കളിച്ചിരുന്നിട്ടുണ്ട്. പിന്നെ അതിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പിറ്റേ ദിവസം എണീക്കാനുള്ള അവൾക്കുള്ള അലാറം ടേബിളിൽ തന്നെ ഞാൻ സെറ്റ് ചെയ്ത് കൊടുക്കലാണ്. അപ്പോൾ അത് കേട്ടിട്ട് ആ ഒരു ടൈം ആകുമ്പോൾ അവൾ എണീക്കലാണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.